ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റെസിപ്പിയല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും സാധാരണ നമ്മൾ കടയിൽ പോയിട്ടാണ് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ മേടിക്കാറ്. പക്ഷേ നമുക്ക് വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 3 പപ്പായയാണ് എടുത്തിട്ടുള്ളത്. അത് പച്ച പപ്പായയാണ് എടുത്തു വച്ചിട്ടുള്ളത്. നമ്മൾ ഈ പറയുന്ന കപ്പക്കിൻ്റെ അകത്തുള്ള ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് പുറത്ത് തൊലിയെല്ലാം ക്ലീൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണിത്. പച്ച പപ്പായ അത് പച്ച കപ്പക്ക് എടുക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചെറുതായിട്ട് ചനച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്തെടുക്കുമ്പോൾ ഈ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിക്ക് ചെറിയൊരു യെല്ലോ കളർ വരും. പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഞാനിവിടെ പപ്പായയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെറുതാക്കി കളയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊന്ന് ടൂട്ടി ഫ്രൂട്ടി ആക്കി എടുക്കുമ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് ഇത് നന്നായി ചുരുങ്ങി വരും. അപ്പോൾ ഒട്ടും ഇല്ലാത്തതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് ഒരു രീതിയിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ പപ്പായ എല്ലാം മുറിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 1.5 കിലോളം പപ്പായ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. കാരണം നമ്മൾ ഈ ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കപ്പക്കിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വെന്ത് പോകരുത്. അതൊന്ന് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം നന്നായി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള പപ്പായ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം നന്നായി ചൂടായി വന്നതിലേക്കാണ് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കപ്പക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടുള്ള കപ്പക്കാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളം വെട്ടിത്തിളയ്ക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് ഞാൻ ഈ കപ്പക്കെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മുടെ വെള്ളം വെട്ടിത്തിളയ്ക്കണം. അപ്പോൾ ഒരു 5-6 മിനിറ്റത്തോളം നമ്മൾ ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഈ കപ്പക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് വാടുന്ന പരുവാണ്. കാരണം ഒരുപാട് കുക്കാവേണ്ട രീതിയിലല്ല നമ്മളിത് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ചൂട് ഒരേപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ പപ്പായയുടെ കളറൊക്കെ ഒന്ന് മാറി കുക്കായി വരുന്നുണ്ട്. നമ്മൾ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വെട്ടി തിളപ്പിക്കണം. നമ്മൾ മുഴുവനായിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന മെത്തേഡല്ല. ജസ്റ്റ് ഒന്ന് വാടി കളറൊന്ന് മാറി വരുന്ന പരുവാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാനിവിടെ ഒരു 1.5 കിലോ പപ്പായ എടുത്ത കാരണമാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഇപ്പോൾ 1.5 കിലോ എടുത്താൽ പോലും ഇത് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ അതിലത്തെ വെള്ളമെല്ലാം ഞാൻ ഊറ്റിക്കളഞ്ഞ് മാറ്റി വെച്ചതാണിത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ പപ്പായ ഒരു പകുതിയോളം വാടി വന്നിട്ടുണ്ട്. ആ ചൂടുവെള്ളത്തിലിട്ട് ഒരു 6 മിനിറ്റ് തിളപ്പിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുവാണ്. ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് തണുത്ത് ചൂടാറി വരും. നമുക്ക് അപ്പം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഞാനൊരു പാനിലേക്ക് ഒരു 4 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ. ഞാൻ ഒരുപാട് പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. 1 കപ്പ് പഞ്ചസാര മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതുപോലെ 2 ബാച്ചായിട്ടാണ് ഞാൻ ഈ പപ്പായ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഒരു ബാച്ചിൽ ഇട്ട് കൊടുത്ത് വെട്ടി തിളപ്പിച്ചതിന് ശേഷം ഞാൻ വീണ്ടും രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ തന്നെ ഇതേ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ടാണ് തിളപ്പിച്ച് ഊറ്റി മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ മധുരത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ 2 കപ്പോളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ 1 കപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ പഞ്ചസാര വെള്ളത്തിനകത്ത് പപ്പായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റോളം ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുക്കായി പോകരുത്. ഒരു 5 മിനിറ്റ് അത്രയും സമയം മതി അതിന്. അപ്പോൾ ഞാനതൊന്ന് വെള്ളം മാറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത പപ്പായ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ അറിയാൻ പറ്റും. നമുക്ക് ഒരുപാട് വെള്ള കളറിൽ ചെറുതായിട്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് വെന്ത പപ്പായയുടെ കളറ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കേട്ടോ. കുറച്ചൊന്ന് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് പപ്പായയും ഇതുപോലെ ഈ വെള്ളത്തിലൊന്ന് ഇട്ട് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പപ്പായ രണ്ടാമത്തെ സെക്ഷനും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വയ്ക്കാം.
അപ്പോൾ നേരത്തെ ആ മധുരവെള്ളത്തിലിട്ട ആ പപ്പായയാണ് അതിനകത്ത് ഒരു 5 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മധുരത്തിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 4 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പഞ്ചസാര എന്ന അളവാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഒരു 1.5 കപ്പ് 2 കപ്പോളം ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിൽ ചെറുതായിട്ടൊന്ന് കളർ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ 3 ബാച്ചായിട്ട് ബൗളുകളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 2 കളറിലാണ് കാണിക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് പിങ്ക് കളറും അതുപോലെ തന്നെ പച്ച കളറാണുള്ളത്. അപ്പോൾ ചെറിയൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പോൾ പിങ്ക് കളറിന് ചെറിയ റോസിൻ്റെ ഫ്ലേവർ ഉണ്ട്. ആ ഗ്രീൻ കളറിന് ഗ്രീൻ ആപ്പിളിൻ്റെ ഫ്ലേവറാണുള്ളത്. ഒരെണ്ണം ഞാൻ പ്ലെയിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 എണ്ണം 3 കളറിലാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. ഇനി നമുക്കൊരു ട്രേയിൽ ഒന്ന് നിരത്തി കൊടുക്കാം കേട്ടോ, ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് 3 കളറിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് ചിലപ്പോൾ ഇതിൻ്റെ കളർ അങ്ങനെ തന്നെ ഒന്ന് മാറിപ്പോവും, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഞാനിതൊന്ന് ഒരു ദിവസം ഒന്ന് വെയിലത്തൊന്ന് ഉണക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉണക്കിയതിന് ശേഷം കാണാം ഇതിൻ്റെ ഒരു പരുവം എങ്ങനെയാണെന്നുള്ളത്. ഞാനിത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം 3 സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടാണ് ഞാനൊരു ദിവസം ഉണക്കിയെടുത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം വലിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പോരാ, നന്നായിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പപ്പായ നന്നായിട്ടൊന്ന് ചുരുങ്ങി വരും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇനിയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ ഡ്രൈ ചെയ്യാൻ വെക്കുന്നത്. ഒരു 3 ദിവസം എടുത്തോട്ട് എനിക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. ഇതിലൊരു ഫൺ പാർട്ട് എന്ന് പറയുന്നത്, ഞാൻ പ്ലെയിൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ടൂട്ടി ഫ്രൂട്ടിയുടെ കളറ് ചെറുതായിട്ട് യെല്ലോയും ഓറഞ്ചും കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മറ്റേ ഗ്രീനും പിങ്കും അതേപോലെ തന്നെ ആ കളറിൽ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ആ വെള്ള കളറിൽ വെച്ചത് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് 2ാമത്തെയും 3ാമത്തെ ദിവസം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് മറ്റുള്ള കളേഴ്സിനെയൊക്കെ നന്നായിട്ടൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കളറൊന്ന് മാറി ഒരു യെല്ലോ കളറിലും ചെറിയൊരു ഓറഞ്ച് കളറിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് 2 കളറേ ഉള്ളെങ്കിലും ഇത് അവസാനം പ്രോഡക്റ്റായിട്ട് വരുമ്പോൾ കുറച്ച് കളർ ചേഞ്ചൊക്കെ സംഭവിച്ച് ഒരു ഓറഞ്ചും യെല്ലോയും കളറൊക്കെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കളേഴ്സ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കാരണം കളേഴ്സ് അത്ര നല്ലതൊന്നുമല്ല. ഇപ്പോൾ തന്നെ കാണാൻ പറ്റും കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈറ്റ് കളറിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി ഒരു യെല്ലോ ഓറഞ്ച് കളറിലൊക്കെ ആക്കിയിട്ടാണ്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം എന്നെ എഴുതി അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇനിയും പുതിയ പുതിയ രുചികളുമായിട്ട് നമുക്ക് കാണാം.